93 ഒറ്റപ്പാലത്ത് KR നാരായണൻ ഉപരാഷ്ട്രപതിയായതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ PDPയുടെ പിന്തുണ നേടുന്നതിന് അന്ന് EMS മഹാത്മാഗാന്ധിയുമായിട്ടാണ് അന്ന് ഉപമിച്ചത്. അത് വലിയ അന്ന് വിവാദമായതുമാണ്. അതായത് മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാമരാജ്യം എന്ന സങ്കല്പം എങ്ങനെയാണോ ഉപയോഗിച്ചത്, അതുപോലെ അബ്ദുൽ നാസർ മദനി അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസം മഹത്തായൊരു കാര്യത്തിനു വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്ന് അന്ന് EMS അതിനൊരു സൈദ്ധാന്തികമായ ഭാഷ്യം നൽകുകയും ചെയ്തു. അതിനു മുമ്പ് PDP പിറവിയെടുത്തതൊക്കെ കേരളത്തിന് മുന്നിലുള്ള വസ്തുതയാണ്. ISSൽ നിന്ന് അതൊരു രാഷ്ട്രീയ പാർട്ടിയായി PDP ആയി മാറുന്നതൊക്കെ കേരളം കണ്ടതുമാണ്. പിന്നീട് നോക്കൂ, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ 2009-2004 ഹുസൈൻ രണ്ടത്താണിയെ അവിടെ PDP പിന്തുണയോടുകൂടി പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ CPIMൻ്റെ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തീരുമാനമെടുക്കുന്നു. വർഷങ്ങളായി CPI മത്സരിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നാനി സീറ്റിൽ അന്ന് വെളിയം ഭാർഗവനും പിണറായി വിജയനും നേർക്കുനേർ എന്ന നിലയിലേക്ക് പോലും ആ വാക്പോര് കടന്നിരുന്നതാണ്. ഒടുവിൽ എത്രയോ വലിയ ഇവരുടെ നേർക്കുനേർ പോരാട്ടം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് വയനാട് സീറ്റ് CPIക്ക് നൽകിയത്. അങ്ങനെ ഈ ഒപ്പം നിൽക്കുമ്പോൾ വർഗീയ പാർട്ടി അല്ല, CPIമിനൊപ്പം അല്ലാത്തപ്പോൾ അത് വർഗീയ പാർട്ടിയാകുന്നു. ഈ SDPയുടെ കാര്യത്തിലും അത് തന്നെയാണ്. ഇപ്പോൾ അവർ പരസ്യമായി പിന്തുണ ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നേമത്തെ സ്ഥാനാർത്ഥി V ശിവൻകുട്ടി പിന്തുണ ചോദിച്ചു എന്ന് പറഞ്ഞത് SDA ലത്തീഫാണ്, SDPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം പറയുന്നത് ശിവൻകുട്ടി നമ്മോട് സംസാരിച്ച് പറഞ്ഞത് വോട്ട് ആര് തന്നാലും വേണ്ടെന്ന് വെക്കില്ല. സ്ഥാനാർത്ഥിയും പറയുന്നതാണ് അദ്ദേഹം. അതെ, പക്ഷേ SDPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു അങ്ങനെ പിന്തുണ സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം. അത് മാത്രമല്ല, മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇപ്പോഴും തർക്കത്തിൽ നിൽക്കുക. നേരത്തെ സ്ഥാനാർത്ഥിയെ SDPയെ പിൻവലിച്ചത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ അവിടെ പിന്തുണച്ചേക്കും എന്ന നിലയിലുള്ള വ്യാപകമായ ചർച്ച നടന്നിരുന്നു. മുസ്ലിം ലീഗ് നേതൃത്വം അടക്കം ഇക്കാര്യത്തിലൊരു അഭ്യർത്ഥന SDPയോട് നടത്തി എന്ന പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പറയുന്നത്, SDPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്, മഞ്ചേശ്വരത്ത് ഏത് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്നത് VD സതീശൻ അദ്ദേഹത്തിൻ്റെ നിലപാട് തിരുത്തിയാൽ മാത്രമേ, അതായത് UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമോ എന്നതിൽ തീരുമാനമെടുക്കൂ എന്നാണ് ഇന്നിപ്പോൾ SDPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. നിയമം കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യക്ഷമായിട്ടൊരു കാര്യം പറയാം. തലശ്ശേരിയിലാണ് SDPI, ഒരുപക്ഷെ അവരത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല, തലശ്ശേരിയിലാണ് SDPI അവിടെ UDFന് പിന്തുണ, നേമത്ത് LDFനാണെങ്കിൽ തലശ്ശേരിയിൽ UDFനായിരിക്കും പിന്തുണ എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന നമുക്ക് വിവരങ്ങൾ. അതിൻ്റെ പ്രധാന കാരണം ഫസൽ വധക്കേസിലെ പ്രതിയായിട്ടുള്ള കാരായി രാജനാണ് അവിടെ CPIMൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ടാണ് കാരായി രാജനെ പിന്തുണയ്ക്കാതെ ഈ UDF സ്ഥാനാർത്ഥി അവിടെ പിന്തുണയ്ക്കുക. ഏതായാലും SDPIക്ക് കേഡർ വോട്ടുകളുള്ളതാണ്. ശരാശരി 10,000 വോട്ട് വരെയുള്ള മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അവർ തന്നെ ആവർത്തിച്ച് അവരുടെ ഭാരവാഹികൾ പറയുന്നുണ്ട്, ഞങ്ങളൊരു നിർദ്ദേശം നൽകിയാൽ മതി, ഈ 10,000 ഞങ്ങളുടെ കേഡർ വോട്ടുകൾ പൂർണ്ണമായും ഈ SDPI പറയുന്ന സ്ഥാനാർത്ഥിക്ക് അത് ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് അവർ അങ്ങനെ പരസ്യമായിട്ടൊന്നും ഇത് പറയണമെന്നില്ല. രഹസ്യമായാലും ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ SDPയുടെ നേതൃത്വം പോകുന്നത് എന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.